ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇപ്പം തരക്കേടില്ല, പക്ഷേ ഇതൊരു കടന്നൽ കുത്തി കിട്ടിയിട്ട് വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വെറുതെ അല്ല, എല്ലാവരും വെയിലത്ത് ഇരിക്കുന്നത്, ഒരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. വെൽക്കം ടു മൈ ചാനൽ. ഇങ്ങനെയൊന്നും ഞാൻ സാധാരണ പറയാത്ത കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പച്ച ഇട്ടണ്ട, ഊരിക്ക കയറത്തില്ല. നമ്മളിപ്പം എൻ്റെ മുടിയൊക്കെ ഇട്ടാലും അടിയിൽ അവസാനിക്കാറുള്ളു. ഞാൻ കുനിഞ്ഞിരിക്കണ ഇതിൽ കൂടുതൽ കുനി വേറെ അങ്ങനെ നിന്ന് നേരെ പോയെക്കാളും പൊക്കമുണ്ടല്ലോ. അതല്ലേ പറഞ്ഞത്, കുനിയണ്ട. ആദ്യം ചട കളയുക. എന്നെ വെക്കുമ്പോൾ പോലും ഞാൻ കടയിനെ പോലും പേടിയാണില്ല. ഇത് അതുപോലെ തന്നെ നൈസായിട്ട് ചടയൊന്നും കളയാൻ അതുപോലെ ചടയാണ് കളയണത് അറിയാൻ വേണ്ടി. ആപ്പടെ 4 കൂടെ ഉള്ളു, പക്ഷെ ചട അതിന്റെ 10 ഇരട്ടിയുണ്ട്. ഇത് ഇവിടെ മുടീനെ ആക്ഷേപിക്കരുത്. അല്ല, ഇങ്ങനെ മുടിയൊക്കെ കിടക്കണം, മുടിയെ ചട ഞങ്ങളുടെയൊക്കെ പിന്നെ അത്തരം നടക്കും. ഇത് പോലെ കിടക്കണപ്പോഴും ചട എങ്ങനെ? അത് പക്ഷെ ഇവിടെ വളർന്ന കേൾസ് ആണല്ലോ. ലാസ്റ്റ് എൻഡ് മാത്രമല്ലേ കോലുള്ളൂ, ചൂലുള്ളൂ. അതാ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടൊന്നും ചെയ്യണ്ട, ഇച്ചിരി ഹാഷായിട്ടൊക്കെ ചെയ്യിക്കാം. അതല്ലേ മുടി ചടയേറെയുണ്ട്, കെട്ടുപോലെ കിടക്കണം. അപ്പോൾ 4 കൊണ്ട് 40 അടങ്ങുണ്ട്. പുറത്തൊന്നും ചെയ്യുമായിരുന്നു. കെട്ടിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് അറിഞ്ഞില്ല. എല്ലാം കൂടെ എടുത്ത് പോണിറ്റയിൽ കെട്ടിയാൽ മതി, ബാഗിലേക്ക് വെച്ചിട്ട് ബുഷിട്ട്. ഞാൻ മയത്തിന് വിട്ടൊക്കെ ഇല്ല, കുഴപ്പമില്ല. അതല്ല, ഞാൻ കൈ കാണിക്കണോണ്ടാ. രമയുടെ മകൻ പറ്റില്ലായിരുന്നു. ഏത് രമ? എനിക്കറിയില്ല. രമച്ചേട്ടുണ്ട്. ആയിരിക്കും. ഇപ്പോൾ 10ാം ക്ലാസ്സൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴേക്കായിരുന്നു 10ാം ക്ലാസ്സിൽ സംഭവം. ഞങ്ങളും പിള്ള A+ വാരിക്കൂരി കൊടുക്കണമുണ്ട്, അതിനൊരു വില പോലും എന്നൊന്നും പറയരുത് കേട്ടാ. ജയിച്ചാന്നല്ല ചോദിക്കുന്നത്, എത്ര A+ എന്നൊക്കെ ചോദിക്കണം. പണ്ട് അങ്ങനെയല്ല, ജയിച്ച എന്തൊരു സന്തോഷമാണ്, ജയിച്ച നല്ലതാണ്. അപ്പം അതല്ല, A+ൻ്റെ എണ്ണത്തിലാണ് വിജയം വിലയിരുത്തുന്നത്. ആണ് കാലഘട്ടത്തിൻ്റെ മാറ്റം. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ എന്താകും? ഈ ഇത് കണ്ടോ? ഇത് കിടക്കണ നല്ല രസമുണ്ടല്ലേ, കാട്ടം പോലെ മണി പ്ലാന്റ്. ക്യാമറയിൽ നോക്ക്, പുറകിൽ കിടക്കണ കണ്ട, നമ്മുടെ പുറകിൽ കണ്ട അല്ലേ? ഇത് കണ്ട ഇടാനുള്ളത് വല്ല എടുത്തോ തലേ? അയ്യോ ഇല്ല. എന്നതാ ഇടേണ്ടത്? ഒരു ബുഷ് ഡൈനിങ് ടേബിളിൽ തന്നെ കാണും, ഒരു കറുത്ത പ്ലാന്റ് കാണും. ഇവിടെ കാണിച്ച മുടി ഇങ്ങോട്ട് കാണിച്ച്. വൗ, തിങ്സ്. 2-3 പ്രാവശ്യം കടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യമാണ് ഭയങ്കര ഡേഞ്ചറായത്. അതിന് കരളുവേഗം എവിടെ ഇരിക്കുന്നത്? ഈ പറമ്പിലുണ്ടായിരുന്നു കരളുവേഗം. കാണാമെന്നൊരു സംശയം കൊണ്ടാണ് ഇന്നലെ മാന്തി പറിച്ചപ്പോഴൊക്കെ കണ്ടായിരുന്നു. പക്ഷെ കാണാമെന്ന് ചെടി ചോദിച്ചാൽ മതിയായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെയൊക്കെ പച്ചമരുന്നൊക്കെ ചെയ്ത ഏക്കോ പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ത് മുറിവിന് ചാണകം വെച്ച് കെട്ടണം. കണ്ട് ഓർക്കുന്നുണ്ടോ? വേദപാഠത്തിന് പോകാൻ വെളുപ്പിനെ ഈ സൂതൻ ചേട്ടൻ്റെ പറമ്പിൽ കൂടെ പോയിട്ട് എന്നെ ചെളിപ്പൊട്ടം കടിച്ചത്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അന്ന് മറ്റത്തിൽ ചെന്നിട്ട് വിലാസിനി അമ്മയോട് പറഞ്ഞു. വിലാസിനി അമ്മ മുടി പൊട്ടിച്ചിട്ട് ഇങ്ങനെ പല്ലുണ്ടാന്ന് നോക്കി, പല്ലില്ലെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് ഈ കരൾ വേഗവും പച്ചമഞ്ഞളും കൂടെ അരച്ച് കാലേ പുരട്ടി ഇനി കടിച്ചത് നീർക്കോലി എങ്ങാനും ആണോ എന്ന് ഓർത്തിട്ട് അത്താഴം മുടങ്ങാൻ പറഞ്ഞു. അന്നാണ് എല്ലാ ദിവസവും പട്ടിണി കിടക്കണ ഞാൻ. അന്നാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പായിരുന്നു.
ഈ കാലിൻ്റെ കണ്ണൊക്കെയായിരുന്നു കടിച്ചത്. അതൊക്കെ പിന്നെ എട്ടുകാലിയാ ചെട്ടിയാണ് എന്നോട് പറഞ്ഞു. 8 കാലി. കുറേ നാളായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു ഞാൻ. ചെന്നും മേടിക്കും എവിടെയെങ്കിലും ചെന്നു. ഇന്നലെ ഞാൻ മനഃപൂർവ്വം ചെന്ന് മേടിച്ചതല്ലല്ലോ. ഇന്നലെ ഞാൻ ചെടിക്ക് നനച്ചോണ്ടത് വഴി 2 അമ്മ അല്ല ഒരെണ്ണം കൂടെ ആണ്. നല്ല മുറുകിയില്ലമ്മ. വലിച്ച് വെച്ചിട്ട് നല്ലവണ്ണം മുറുക്കും. ഒരെണ്ണം കൂടെ പറ്റുമോ? നല്ല കുളു കുളുന്ന് കിടക്കണം. ഒരെണ്ണം കൂടെ. ഇത്ര ലൂസ് എന്താണ് ഞാൻ ഓർത്തത്. എൻ്റെ കൊത്ത ഇടാൻ പറ്റാത്തതൊന്നും. എന്നിട്ട് ഇങ്ങനെ വലിക്കും. കുഴപ്പമില്ല. ആ മതി. ഇതൊക്കെ അത്രയും പറ്റിയില്ല. മരുന്നിന് ഗുണമല്ല അത് മതി. നോക്കൂ, മരുന്നിന് ഗുണമുണ്ട്. ഇത് അയ്യോ വലിയക്കാട്ട ഒരു കൊച്ചിനെ പഠിച്ചപ്പോൾ മുടി കെട്ടി കൊടുത്താലും മഴക്കാണ്. മുറി കെട്ടി തൂക്കിയൊക്കെ നടന്നാണ്. ഇപ്പം അത് കെട്ടി കൊടുത്ത്. ഓക്കെ, താങ്ക്സ്. മഞ്ഞ കർച്ചീഫ്. And yellow is my favorite color, and green also, because green is my dad's favorite color. അമ്മ ഈ ബാഗാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബാഗ്. നല്ല ചൊറിച്ചിലുണ്ട് കൈക്ക്. എന്തത് ഇവിടെയൊക്കെ വീർത്തു. സാധാരണ ഞാൻ മോതിരമൊക്കെ ഇടുന്ന എന്തോ ഭാഗ്യത്തിന് കുറച്ച് നാളായിട്ട് മോതിരം ഊരി വെച്ചിരിക്കുകയാണ്. മോതിരം ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതെനിക്ക് മുറിച്ചെടുക്കേണ്ടി വന്നേനെ. കാരണം കണ്ടോ, ഈ കൈ ആൻഡ് ഈ കൈ നോക്കി, ഡിഫറൻസ് നോക്കി, വിരലുകളൊക്കെ കണ്ടോ. ഇവിടെ എൻ്റെ വെയിൻസൊക്കെ നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും. ഇവിടെ അതൊന്നും ഇല്ല. ഓക്കെ, ഒന്ന് ചിരിച്ചോണ്ട് നിൽക്കുക പ്ലീസ്. രണ്ടും കൂടി എവിടെ പോകണമെന്നറിയാവോ? കടന്നൽ കുത്തി നീര് വീണു, വേദന. അത് കാണിക്കാൻ വേണ്ടി രണ്ടും കൂടി പോകുന്നു ചേർത്ത്. എനിക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, വന്നിട്ട് കാണാം. ഓപ്പൺ യുവർ ഐസ്. ഞങ്ങൾ വൈദ്യനെ കാണാൻ പോവുകയാണ്. അമ്മ ബൈക്കിൽ ജോക്കുട്ടിനെ മൂടി വയ്ക്കുക. എന്തോ ജോക്കുട്ടിനെ മൂടി വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കമ്മൽ പോയായിരുന്നു. എന്ത് തിളങ്ങാൻ കണ്ടാലും അമ്മ വിചാരിക്കും ഇവിടെ ഒന്ന് നിന്നാ ഇവിടെ കമ്മലാണ്. റിയൽ അല്ല, റീൽ. എന്ത് പറയാൻ എപ്പോഴത്തെ പിള്ളേർ മറ്റുള്ളവർക്ക് കാലം മകളോളം എന്നെക്കാളും പൊക്കമായി. ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിനൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ബഫുവ അല്ലെങ്കിൽ വൈദ്യം പോകും. പോയിട്ട് വന്നിട്ട് കാണാം. അതെ, ഈ സ്പോട്ടിൽ നിന്ന്, ഈ കാട്ടിൽ നിന്നാണ്, ഇതിൻ്റെ അകത്ത് ഈ കാട്ടിൽ നിന്നാണ് കടന്നല് കുത്തെനിക്ക് കിട്ടിയത്. ഈ സ്പോട്ടിൽ നിന്ന്. അവരൊക്കെ ഇപ്പം എന്തോ ബ്രേക്കിന് പോയിരിക്കുന്നു തോന്നുന്നു. കണ്ടോ കൈയിരിക്കുന്നുണ്ടോ? ഞാൻ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ അതല്ല, ഇതിനും ഈ ചെടിക്കും ഞാൻ ഒഴിച്ച്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഒരു മഞ്ഞപ്പൂ കൊണ്ടാണ് ചെടി നിൽക്കുന്നുണ്ടോ. അത് ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ എന്ന് ഓർത്ത് അതിൻ്റെ ചോട്ടി കൊണ്ട് ഒഴിക്കാൻ പോയതാ ഞാൻ. അതെ, കൈക്കിട്ട് കുത്തിയത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കും. ഇന്ന് മഞ്ഞ ഇട്ടുകൊണ്ടാണോ എന്നറിയില്ല, പോകുന്ന വഴിക്കൊക്കെയും കുറേ മഞ്ഞ കളറിൽ കണ്ടു കേട്ടോ. എന്തേ മഞ്ഞ കോളാമ്പിപ്പൂ, പാലക്കാത്രയില, ഇവിടെ തൊട്ട് നോക്കിയതും കണ്ടതും ഒക്കെ മഞ്ഞയാണ്. ഒരുപക്ഷെ നമ്മൾ പോകുമ്പോൾ എല്ലാ ദിവസവും ഈ കളറൊക്കെ മാച്ചിങ് ആയിട്ട് കാണും. നമ്മൾ ഇന്ന് മാത്രമായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും കേട്ടോ. പോകുന്ന വഴി ഒത്തിരി മഞ്ഞ കളറുള്ള സംഭവങ്ങൾ കണ്ടു. ഞാൻ വഴിയെ കാണിക്കാം. ഇതെൻ്റെ നാടാണ്, ഞാൻ പറയട്ടല്ലേ, ഗ്രാമം. അവിടെ നമ്മൾ ചേച്ചിയുടെ ചീര കൃഷിയാണ് പുറകെ കാണുന്നത്. അങ്ങനെ പോകുമ്പോൾ മഞ്ഞ കളറുള്ള ബൈക്ക്. അതും കഴിഞ്ഞ് മുന്നോട്ട് നടന്ന് നമ്മുടെ ഭാരതിയമ്മയുടെ പറമ്പിൽ തൊഴിലുറപ്പ് ചേച്ചിമാർ നനയും കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് ചേച്ചമ്മയാണ് കേട്ടോ. പിന്നെ ഉഷ ചേച്ചിയും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേരെനിക്ക് അറിയത്തില്ല. അപ്പം ചേച്ചമ്മ എന്ത് പറ്റി, എവിടെ നിന്നാണ്, എങ്ങനെ കടിച്ചു എന്നൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചിട്ട്, കടിച്ചപ്പോൾ തന്നെ മണ്ണെണ്ണ ഒഴിച്ചാൽ പോരായിരുന്നു, അല്ലെങ്കിൽ കാച്ചിലിൻ്റെ ഇല അരച്ചിട്ടിരുന്നെങ്കിൽ ഇത്രയും വരത്തില്ലായിരുന്നു എന്നുള്ള നാട്ടുവൈദ്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമ്മൾ പോവാണ്. ആ ചേച്ചിയുടെ പേര് ഉഷയെന്നല്ല കേട്ടോ, ഇന്ദിരയെന്നാണ്. ഇതെൻ്റെ ചേച്ചമ്മ. മറ്റേ ചേച്ചിയുടെ മൂന്നാമത് നടുക്കിരിക്കുന്ന ചേച്ചിയുടെ പേര് എനിക്കറിയില്ല. അതും കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ചുവന്ന ചെമ്പരത്തി പൂക്കൾ
ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ്. കുറച്ച് നാളെയാളും നമ്മുടെ അവിടെ വന്നിട്ട്. ആ ശരിയാ, നല്ല പഴമാങ്ങയുടെ മണം. പണ്ടൊക്കെ മാങ്ങായി വണ്ടിയും വഴിയെ കിടന്നാൽ തിരക്കി പോയിഞ്ഞിട്ട് പോകും, പള്ളിയിൽ പോകുമ്പോൾ എടുത്ത് വെച്ചിട്ടും പോകും, തിരിച്ചു വരുമ്പോൾ എടുത്തും കിട്ടിയാലും കശുവണ്ടി അല്ലേ മാങ്ങായി ഇതുപോലെ എവിടെയെങ്കിലും മറിയിട്ട് വെച്ചിട്ട് പോകും. ഇതൊക്കെ വഴി കിടന്നാൽ ഒരു മനുഷ്യൻ നോക്കില്ല, കാലിൻ്റെ തട്ട് ദൂരെ കിടന്നിട്ടും പോകും. കാലത്തിൻ്റെ മാറ്റം. സോന പറ്റരുതേ. ഇത് ഞാൻ നോക്കുന്നിടത്ത് എല്ലാം മഞ്ഞ കളറാണല്ലോ. കാച്ചിൻ്റെ കാലം ഉയ്യോളൂ, അത് കിട്ടി. ആ പൂക്കളാണ് ഈ അവിടെ കാണാം. അല്ല ഇതാ അല്ലമ്മേ. അയ്യോ കടുത്ത വേനെല്ലാം പൂത്ത് നിൽക്കുന്ന ഈ പൂവിൻ്റെ പേരാണ്. അല്ലമ്മേ, നീലക്കുറിഞ്ഞൊന്നും അല്ല, ഇതിൻ്റെ പേരാണ്. ഇതാണ് മറ്റേ പൂവ്. അയ്യോ ഈ പൂവിൻ്റെ പേരെന്തായിരുന്നു? ഈ നല്ല രസമുണ്ട്. ഇവരുടെ വീടിൻ്റെ രസമല്ലേ, അതിൽ ഇവരുടെ വീടും കൂടി ഇരുന്നോട്ടെ. വഴിക്കൊക്കെ ബൾബ് പോലെ മാങ്ങ തൂങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്താറായി. മില്ല് ജംഗ്ഷനിലാണ്. കൈ നന്നായിട്ട് അത്യാവശ്യം വേദന എടുക്കുന്നുണ്ടായിരുന്നു. വേദനയേക്കാൾ കൂടുതൽ ചൊറിച്ചിലായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അപ്പുറത്ത് ആ തടി കിടക്കുന്ന സൈഡിലാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബസ് പോയിക്കൊണ്ടേയിരിക്കും. വാവച്ചി ബസ്സാണ് കേട്ടോ. ഇവിടെ ഒരു അറുക്കമില്ല്, തടിമില്ലും അപ്പുറത്തൊരു പൊടിമില്ലും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സ്റ്റോപ്പിന് മില്ല് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ നോക്കുന്നിടത്തെല്ലാം മഞ്ഞായിരുന്നു. ദാ വരുന്ന പെൺകുട്ടി, പിന്നെ ദേ സീമ ചേച്ചി, അങ്ങനെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് സൂര്യപുത്രി വന്നു. അങ്ങനെ കാത്തിരുന്നതോ നമ്മുടെ പൊന്നുതങ്ക് വന്നു കേട്ടോ. ഞങ്ങളുടെ റൂട്ടിലെ ബസ്സിൻ്റെയൊക്കെ പേരൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇവിടെ 11 മൈലിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി ഇരിക്കാനായിട്ട്. അപ്പോഴാണ് ഞാൻ വീണ്ടും ആ കാര്യം ശ്രദ്ധിച്ചത്. എടുത്ത ടിക്കറ്റ് മഞ്ഞ കളറായിരുന്നു കേട്ടോ. 15 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ഒരാൾക്ക് ചേർത്തലയിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ കളറ് വരെ, ജ്യോതി ബസ്സിലെ ടിക്കറ്റിൻ്റെ കളർ വരെ ഇതാണ് ചേർത്തല കാർത്യായനി ക്ഷേത്രം. നമ്മളങ്ങനെ അതും കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് നടക്കേണ്ടത്. ഷെയ്നായി ഡോക്ടറിൻ്റെ ആയുർവേദ എന്താ പറയുക ഹോസ്പിറ്റലെന്നോ എന്താ സംഭവം ഒരു എഴുതിച്ചിട്ടുണ്ടല്ലോ, ഒരു ആസ്പത്രി എന്ന് തന്നെ പറയാം. അങ്ങോട്ട് പോയി. ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഹൃദയത്തെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിനെക്കുറിച്ച് കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 10 മണി തൊട്ടാണ് ഡോക്ടർ നോക്കാൻ തുടങ്ങുക. ഇതായിരുന്നു തോന്നുന്നു പഴയ വൈദ്യൻ, ഇപ്പോഴത്തെ ഡോക്ടറിൻ്റെ ഫാദർ എനിക്കറിയില്ല കറക്റ്റായിട്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഡോപ്പി ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രാജേഷ് ഷെണായി എന്നായിരുന്നു ഡോക്ടറുടെ പേര്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വില്യാതി ഗുളിക അതിങ്ങനെ വെണ്ണയിൽ അരച്ചിടാൻ പറഞ്ഞ് തന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ കുറച്ച് നാരങ്ങ മേടിക്കാൻ പോയി. അതും കുറച്ച് യെല്ലോ വിഷായിരുന്നു. ഇന്ന് കണ്ട കാഴ്ചകളിൽ കൂടുതലും എനിക്ക് തോന്നുന്നു യെല്ലോ ആയിരിക്കും. മേ ബി ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ യെല്ലോ കളർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. നമ്മുടെ നോർമൽ ലൈഫിൽ, ഐ മീൻ ഡെയിലി ലൈഫിൽ എല്ലാ കളേഴ്സും ഉണ്ടാകും, ബട്ട് ദേ വീണ്ടും യെല്ലോ. അങ്ങനെ നമ്മൾ ദാഹിച്ച് വലഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് അമ്മ എപ്പോഴും നാടൻ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അടയും ഫ്രഷ് ലൈമും കുടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കളിയാക്കുമായിരുന്നു, രോഗി ഞാനാണ്, എനിക്കൊന്നും തരാതെ എൽസ് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, നിനക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പോൾ എന്നോട് പറയാം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചു. ആൾക്ക് ചെറിയൊരു കുറ്റബോധം, ഞാൻ കഴിക്കാതെ ആൾ മാത്രം കഴിക്കുന്നതിൽ. പക്ഷേ എനിക്കിത്ര വിശപ്പൊന്നും തോന്നില്ല. അപ്പം മെൽസ് പറഞ്ഞു എൻ്റെ കൈയൊക്കെ ആകെ ക്ഷീണിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പോലെ വണ്ണം വെക്കണമെങ്കിൽ ഇതുപോലെ കടന്നൽക്കൂട്ടിലൊന്ന് കൈയിട്ടാൽ മതി. പഞ്ഞരമ്പൊക്കെ കവറായി നല്ല ഇതുപോലെ വണ്ണം വയ്ക്കുന്നു. അവിടെ ഒരു അമ്മൂമ്മയും ഒരു മോനും കണ്ടു. അപ്പം എൽസ് ഇങ്ങനെ പറയാം, എൽസും ലൂക്കും പണ്ട് ചേച്ചി ലൂക്ക് കുറച്ചാൾ ഇവിടെ ആയിരുന്നു. അപ്പം ഇവർ കറങ്ങാൻ പോകുമ്പം ഇങ്ങനെ ആയിരുന്നു. ലൂക്ക് ഭയങ്കര ക്ലോസ് ആയിരുന്നു, ലൂക്കിനെ മിസ് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് മെമ്മറീസൊക്കെ പറയുന്നുണ്ടോ. പിന്നെ അവിടെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ടും യെല്ലോയിൽ
നല്ല ഭംഗിയുള്ളതെന്ന് കൊണ്ടും ഐ മീൻ ചുരിദാർ കുഴപ്പമില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഷോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ, ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത് നോക്കുന്നത്. ആക്ച്വലി അവർ നമ്മളെയല്ല ശ്രദ്ധിക്കുന്നത്, അവരവരുടെ കാര്യം നോക്കുകയാണ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഇതെല്ലാ സ്ഥലത്തും ബാധകമൊന്നും അല്ല കേട്ടോ. മിക്കവരും ഇൻക്ലൂഡിങ് മീ, ഞാനും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നോക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ നോക്കും, പക്ഷെ നമ്മളധികം നെവർ മൈൻഡ് മോഡ് ഇട്ടാൽ മതി. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ആരുടെയും പ്രൈവസീനെ ഒന്നും നശിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ കഴിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങി അവിടേക്കൊന്ന് വാച്ച് ചെയ്ത് അപ്പോൾ എൽസ് ഇങ്ങനെ പതുക്കെ കുടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഈ ബേക്കറിയിലാണ് കയറിയത്. ഹോട്ട് പ്ലേറ്റ് എന്ന സംതിങ് ആയിരുന്നു. KSRTC അമ്പലത്തിൻ്റെ അവിടെ മുഹമ്മ ബസ്സിനൊക്കെ പോകുന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനൊരു സ്ഥലമുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ടുള്ള ബേക്കറി ആയിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ബസ്സിലൊക്കെ കയറി ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്നു. കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട്. പിന്നെ അധികം താമസിയാതെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. പ്രകൃതി ഭംഗി, കൊക്കൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഫുള്ള് കൊക്കായിരുന്നു കേട്ടോ. നേരത്തെ നമ്മുടെ വീട്ടിൽ ആഞ്ഞിലി മരത്തിൽ നിറയെ വരുമായിരുന്നു. പുളി ഇങ്ങനെ പൂക്കലും കായ്ക്കലും കഴിഞ്ഞ് തളർത്ത് നിൽക്കുവാണ്. അതിൻ്റെ അടിയിൽ പശു ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ തളർത്ത് ഫുള്ള് ഗ്രീനായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ആ സീനറി ബാക്കിൽ ക്ലിയർ സ്കൈയും എല്ലാം. അപ്പോൾ അമ്മ ഇങ്ങനെ ചേച്ചിട്ട് ഇടുക്കി അവിടെ നിറയെ പശുവുണ്ട്. അപ്പം വെണ്ണയുണ്ടോ എന്നറിയാനായിട്ട് ആളങ്ങോട്ട് പോയി. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ 2 യെല്ലോ ബട്ടർഫ്ലൈസിനെ കണ്ടു കേട്ടോ. പക്ഷേ അവർ ഫോണിലൂടെ അത്ര ക്ലിയർ ആയില്ലായിരുന്നു എന്ന് ഇപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നാട്ടിൽ കൂടെ പോയി വീട്ടിലേക്ക് വന്നപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ നിറച്ച് എല്ലാ പൂക്കളൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഇതിനൊരു ഭംഗി കൂട്ടിക്കോട്ടെ എന്നോർത്ത് ചുമ്മാ വീടിനകത്തേക്ക് കയറുന്നവരെയും കണ്ട യെല്ലോ കളറെല്ലാം ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. പല സാധനങ്ങൾക്ക് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന യെല്ലോ കളറാണ് കേട്ടോ. ചെറുപ്പത്തിൽ യെല്ലോ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കുന്നു, അയ്യേ യെല്ലോ എന്നൊക്കെ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ ആ കളർ മാറ്റിയിട്ട് ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് മാറ്റിയായിരുന്നു കേട്ടോ. പിന്നീട് ഒരു തിരിച്ചറിവായി ബോധമായപ്പോൾ വീണ്ടും ബാക്ക് ടു യെല്ലോ. നമുക്ക് ഇഷ്ടമുള്ള കളറല്ലേ പറയേണ്ടത്, മറ്റുള്ളവരുടെ ഇഷ്ടമാണെന്ന് കരുതി നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ യെല്ലോ പ്രാന്ത് കാരണം എൻ്റെ ഹെഡ്സെറ്റ് വരെയും യെല്ലോയിലാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ പൗച്ച്, മേക്കപ്പ് സെറ്റ്, ഷാർപ്പർ, അങ്ങനെ തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാം. അപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്തത്. എൻ്റെ ബെഡിൻ്റെ കളറും യെല്ലോ ആയിരുന്നു. പിന്നെ അതേ വീട്ടിൽ വന്നിട്ട് ആ വില്യാതി ഗുളിക എന്തിലായിരുന്നു എന്ന് ഞാൻ മറന്നു. തുളസി നീരിൽ ചാലിച്ച് തൂക്കുന്നുണ്ട്. വെണ്ണ കിട്ടിയില്ല, പകരം ബേക്കറിയിൽ ബട്ടർ വാങ്ങിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എണ്ണയും ബട്ടർ ഒന്നാണ്. പക്ഷേ നാടൻ പശുവിൻ്റെ പാലിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന വെണ്ണ ഇട്ടിട്ട് അതിൽ ഫുള്ള് വേരുൾപ്പെടെ അരച്ച് ചേർത്ത് കയ്യിലിട്ടാൽ നീര് വലിയും വിഷം എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാറുമെന്നാണ് വൈദ്യൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ അന്വേഷിച്ചിട്ട് പ്യുവറായിട്ടുള്ള വെണ്ണ കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ ബട്ടർ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. വലുതായിട്ട് എഫക്ട് ചെയ്തില്ല. പിന്നെ അതിനിടയിൽ ഞാൻ ഒരു ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിച്ചിരുന്നു നീര് വലിയാനൊക്കെ ഉള്ളത്. എന്തിൻ്റെ എഫക്റ്റ് ആണോ എന്നറിയത്തില്ല. സംഭവം 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റെഡിയായി. പക്ഷേ 2-3 ദിവസം ഭയങ്കര കൈക്ക് ചൊറിച്ചിലും നീരും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ 2-3 പ്രാവശ്യങ്ങൾ കടന്നൽ എന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് നീര് വയ്ക്കുന്നതും. അതിനെ തുടർന്ന് ഞാൻ സഹിക്കേണ്ടി വന്നു. അപ്പം തങ്കപ്പൻ, ആ ടെഡി ബിയർ തങ്കപ്പൻ കേട്ടോ, ലൂക്കുൻ്റെയാണ്. ലൂക്കു പോയപ്പോൾ എനിക്ക് തന്നിട്ട് പോയതാണ്. കാരണം ലൂക്കുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവാനായിട്ട് അതിനെ എനിക്ക് തന്നിട്ട് പോയതാണ്. ലൂക്കിൻ്റെ ഒത്തിരി ടോയ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കൈയൊക്കെ വെച്ചിട്ട് കിടക്കുവാണ്. ഇൻ കേസ് ഞാൻ ഉറങ്ങിപ്പോകുമ്പോൾ ബെഡ്ഷീറ്റിലേക്ക് പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അത് ആവി എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ ഓർക്കുവാണ്, ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കസിൻസൊക്കെ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, എല്ലാ മാസവും ഇങ്ങനെ കടന്നലിൻ്റെ കുത്ത് വാങ്ങുന്നതുകൊണ്ട് സ്വന്തമായിട്ടൊരു കാച്ചിൽ കൃഷി നടത്തുകയോ ഒക്കെ നല്ലതാണ്. പിന്നെ ഞാനൊരു മാരകമായ വിഷമാണെന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പണ്ട് അവിഡോമസിട്ട് പല്ല് തേച്ചിട്ടും ചെളിപ്പൊട്ടൻ കടിച്ചിട്ടും 8 കടിച്ചിട്ടും പല്ലി നക്കി, പാറ്റ നക്കി, ഇവനിപ്പം കടന്നല് കുത്തിയിട്ട് പോലും എനിക്കൊരു കുലുക്കം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പം യെല്ലോയിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ യെല്ലോയിൽ അവസാനിപ്പിക്കാൻ നിർത്തി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയും പാലും ഇട്ടിട്ടൊരു ഷൈക്ക് അടിച്ചു. പിന്നെ അതിന് കുറച്ച് മാറ്റി കൂട്ടാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വാനില ഐസ്ക്രീമും കൂടി ഇട്ട്. വാനില എന്ന് പറയുന്ന എല്ലാത്തിനോടും മിങ്കിൾ ചെയ്യുന്നൊരു ഫ്ലേവറാണല്ലോ. മഴയൊക്കെ പെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാനപ്പോൾ ഇവിടെ നിർത്തിയാണ്. ബൈ വിത്ത് ലവ് ഓഫ്